തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തെരഞ്ഞെടുത്ത കോൺഗ്രസ് മേയർ സ്ഥാനത്തിനായി നേരത്തെ ചരടുവലികൾ നടന്നിരുന്നുവെങ്കിലും ഒടുവിൽ കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെയാണ് തൃശൂർ DCC പ്രസിഡന്റ് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചത്. എ പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുത്തു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും കൗൺസിലർമാരുടെ അഭിപ്രായവും മാനിച്ചാണ് തീരുമാനമെടുത്തത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും ഡോക്ടർ നിജി ജസ്റ്റിൻ സംഘടനാ രംഗത്തും ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിലും സജീവമാണ്. കിഴക്കുംപാട്ടുകരയിൽ നിന്നും 614 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിജി വിജയിച്ചത്. നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ് നിജി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലും ഇവർ പ്രവർത്തിച്ചിരുന്നു. KPCC സെക്രട്ടറി കൂടിയായ എ പ്രസാദിന്റെ പേരായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പ്രധാന പരിഗണനയിലുണ്ടായിരുന്നത്. നിലവിൽ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നാണ് 413 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എ പ്രസാദ് വിജയിച്ചത്. കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തന പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ പാർലമെന്ററി പാർട്ടി തീരുമാനമാണെന്നും അത് നടപ്പിലാക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത് KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കണം, അവരുടെ അഭിപ്രായം എടുക്കണം. അതിലൊരു കാരണവശാലും കൈപ്പൊന്തിച്ചിട്ടോ ബാലറ്റ് പ്രകാരമോ വോട്ടെടുപ്പ് പാടില്ല. കൂടിക്കാഴ്ചയിലൂടെ അഭിപ്രായ സമന്വയം അല്ലെങ്കിൽ അഭിപ്രായം തേടിയതിന് ശേഷം ബന്ധപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കണം. അതാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. തന്നെ മേയറായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തൃശൂരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തൃശൂരിന്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് ആദ്യം മുൻഗണന. ജനങ്ങളെ കേട്ട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്നും പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും നിയുക്ത തൃശൂർ ഡെപ്യൂട്ടി മേയർ എ പ്രസാദും വ്യക്തമാക്കി. ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തുന്നത്. ആകെയുള്ള 56 ഡിവിഷനിൽ 33 എണ്ണവും കൈവശപ്പെടുത്തിയാണ് ഇത്തവണ അധികാരത്തിലെത്തിയത്. നിജി ജസ്റ്റിനെ കൂടാതെ ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരെയും മേയർ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.